ഇന്ന് കാലത്ത് ചില മാധ്യമപ്രവർത്തകർ ദേശാഭിമാനിയുടെ ഞായറാഴ്ച പതിപ്പ് ഇന്നത്തെ പത്രത്തോടൊപ്പം ഇല്ലാത്തത് സംബന്ധിച്ച് എന്നോട് അന്വേഷിക്കുകയുണ്ടായി. അതിൽ അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഈ കാര്യം ആരാഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാമെന്ന് നിശ്ചയിച്ചത് പല മാധ്യമങ്ങളിലും പലതരത്തിൽ അതിങ്ങനെ വാർത്തയായി വരുന്നത് കണ്ടപ്പോഴാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ച കാര്യം, സഖാവ് VS-ൻ്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പതിപ്പ് ഇറക്കിയില്ല, വാരാന്ത പതിപ്പ് ഇറക്കിയില്ല എന്നാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇങ്ങനെയൊരു ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ VS-ൻ്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിനു മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെൻറ്റും 21-ാം തീയതിയിലെ പത്രത്തിലെ VS-ൻ്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം, കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21-ൻ്റെ പത്രത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് KV സുധാകരൻ്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല, നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഏതായാലും നമ്മോടൊപ്പം ഇല്ലാത്ത VS-നെ പോലൊരാളെ ഇത്തരം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി വലിച്ചിഴക്കരുത്. ദേശാഭിമാനിയെ സംബന്ധിച്ചും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമായില്ല. പൂർണ്ണമായും ഈ വാർത്ത തെറ്റാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാർത്തയും വന്നതായിട്ട് കണ്ടു. അപ്പോൾ ഓരോ സമയത്തും അതത് സമയത്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇതിനിടയിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു, അച്ചടിച്ച പത്രം കൊടുത്തില്ല. നിങ്ങൾ ഒരു മാധ്യമത്തിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞ ആളും എന്നോട് പറയുന്നത് അച്ചടിച്ചു കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ഞായറാഴ്ച പതിപ്പും പത്രത്തോടൊപ്പമാണ് അച്ചടിക്കുക. പണ്ടൊക്കെ പ്രത്യേകമായി അച്ചടിച്ചിട്ട് പത്രത്തിലേക്ക് ഇതുകൂടി ചേർത്ത് വെച്ചിട്ടല്ലേ കൊടുത്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പത്രം അച്ചടിക്കുമ്പോൾ ഞായറാഴ്ച പതിപ്പ് കൂടി അച്ചടിച്ച് ഒരുമിച്ചാണ് വരിക, മെഷീനിൽ നിന്ന് വരിക. രണ്ടായി കൊടുത്താൽ വിതരണക്കാരിപ്പോൾ അത് വിതരണം ചെയ്യില്ല, അവർക്ക് പറ്റില്ല ഇത് വെക്കാൻ. നിങ്ങളിൽ ചിലർ പത്രങ്ങൾ കൂടി നടത്തുന്ന മാനേജ്മെൻ്റ് ആണല്ലോ, അവിടെ അന്വേഷിച്ചാൽ അറിയും. ഒരുമിച്ചാണ് അച്ചടിക്കുക. അപ്പോൾ അച്ചടിച്ചിട്ടേ ഇല്ല, അച്ചടിക്കാത്തതാണ് സാങ്കേതികമായ കാരണം. ഇനി അത് പറയാനും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞങ്ങളുടെ ഒരു യൂണിറ്റിൽ പത്രം അച്ചടിക്കുന്നത് ഒരു സ്വകാര്യ പ്രസ്സിൽ നിന്നാണ്. ആ പ്രസ്സിൽ യന്ത്ര തകരാറുണ്ടായതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തൊട്ടടുത്ത ജില്ലയിലുള്ള യൂണിറ്റിലാണ് 2 യൂണിറ്റിലെയും പത്രം അച്ചടിക്കുന്നത്, ഒരുമിച്ച് അച്ചടിക്കുന്നത്. അപ്പോൾ സമയബന്ധിതമായ അച്ചടി പൂർത്തീകരിക്കുന്നതിലൊക്കെ ചില്ലറ വിഷമതകൾ ഞങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അച്ചടിക്കുന്ന സ്വകാര്യ പ്രസ്സിലും തകരാറ് പരിഹരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ച പതിപ്പ് തിങ്കളാഴ്ചയിലെ പത്രത്തിൻ്റെ ഒപ്പം കൊടുക്കാം, ഇന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതാണ് സാങ്കേതിക പ്രശ്നം. ഈ നാടകം എന്ന് പറഞ്ഞാൽ ഏത് നാടകമാണ്? നാടക നിരൂപണം എന്ന് പറഞ്ഞാൽ ഏത് നാടകത്തെക്കുറിച്ച്? അല്ല, അത് ഏത് നാടകത്തെക്കുറിച്ചാണ്? അപ്പോൾ നാടകമല്ല. അല്ല, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. VS-നെ കുറിച്ച് എന്നാണല്ലോ ആദ്യം വാർത്ത കൊടുത്തത്. VS ആദ്യ പേജാണ്. ഞായറാഴ്ച പതിപ്പിൻ്റെ 4 പേജുള്ള ഞായറാഴ്ച പതിപ്പിൻ്റെ ആദ്യ പേജിലാണ് സഖാവ് KV സുധാകരൻ്റെ അനുസ്മരണ ലേഖനമുള്ളത്. VS-ൻ്റെ മനോഹരമായ ഛായാചിത്രവും മറ്റ് 2 ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആദ്യ പേജാണ്, ഒരു പേജ് മുഴുവനാണ്. അവസാന പേജും VS തന്നെയാണ്, മറ്റു ചില ചിത്രങ്ങളൊക്കെ ആയിട്ട്. അതായത്
സാധാരണ നിലയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യ ചരമദിനത്തിന് VS-നെ പോലെ ഒരാളെ, ദേശാഭിമാനി പോലെ ഒരു പത്രം ആ നിലയിലാണല്ലോ. അപ്പോൾ ഒരു പേജ് മാത്രമായിരിക്കില്ലല്ലോ, അങ്ങനെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹമാണ്. നിങ്ങളോട് പറഞ്ഞ ആളുകളെ നിങ്ങൾ ദയവായി തിരുത്തുക, അല്ലെങ്കിൽ അച്ചടിച്ച പത്രം അവരോട് ചോദിക്കുക. ഈ പത്രത്തിൻ്റെ മാറ്ററെല്ലാം ഇപ്പോൾ സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അച്ചടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രചരിക്കുന്നതെല്ലാം വാസ്തവമില്ലാത്ത കാര്യമാണ്. പത്രം അച്ചടിച്ചിട്ടില്ല, അച്ചടിക്കാതിരുന്നത് നേരത്തെ പറഞ്ഞ തടസ്സം കൊണ്ടാണ്. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുമായിരുന്ന കാര്യങ്ങളാണ്. VS-നെ ഇതിലേക്ക് വലിച്ചടിച്ചത് അനുചിതമായി പോയി, അത് തീർത്തും തെറ്റായിപ്പോയി. നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ഈ കാര്യം ചോദിക്കണം, ഉറപ്പുവരുത്തണം. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെടാം. മറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിവരം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാൽ ഇപ്പോൾ ഞാനും ബോധ്യപ്പെടാം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത്? ഏതേ VS-ന്റെ വിഷയം വിട്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു. VS-ന്റെ നോ അങ്ങനെയല്ല. ഇന്ന് ആദ്യം വന്ന വാർത്ത VS-ന്റെ അനുസ്മരണം ഒഴിവാക്കി അതിനു വേണ്ടിയെന്നാണ്. എത്ര ഹീനമായ ഒരു പ്രചരണമാണ്. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറകോട്ട് പോയോ? പറയൂ. ഞാൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്. ഞങ്ങളുടെ ചാനൽ അങ്ങനെ ഒരു വാർത്തയല്ല കൊടുത്തത്. പകരം കള്ളൻ വിജയ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലേഖനം വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പത്രത്തിൽ ഇല്ലായിരുന്നു എന്നാണ്? ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, നിങ്ങളുടെ പത്രമാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ചാനലാണോ കൊടുത്തതെന്ന് അറിയില്ല. പല ചാനലുകളിലും വന്നതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറഞ്ഞത്.